എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. പുതിയൊരു ടോപ്പിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് എൻ്റെ കെട്ടിയും പറയും. എന്നോട് പറഞ്ഞില്ല എന്താ ടോപ്പിക്? അതെന്താണെന്ന് വെച്ച് അപ്പൊ അതല്ല രസം. കൂടുതൽ പ്രിപ്പറേഷനുള്ള സമയം ഞാൻ കൊടുക്കൂല. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അമ്മമാർ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇപ്പോൾ വീണയുടെ മകൻ ടീനേജർ ആണല്ലോ. ഇപ്പോൾ ഈ 10ാം ക്ലാസ്സിലാണ്, 15 വയസ്സാവാറായി. അതായത് ടീനേജ് കുട്ടികളെ എങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് വീണ ഡീൽ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ഉത്തരം കൊടുക്കാൻ എന്താ പറയുക, എനിക്കറിയില്ല മര്യാദയ്ക്ക് എങ്ങനെ പറയാൻ പറ്റുന്ന. പക്ഷേ അതിപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എങ്ങനെയൊക്കെയാണ് നമ്മൾ ടീനേജ് ആയിരുന്ന സമയത്ത് നമ്മളെങ്ങനെയാണ് അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പെരുമാറിയിട്ടുണ്ടായിരുന്നത്, അതെങ്ങനെയാണ് അവർ ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇപ്പം നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യണു എന്നൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു നല്ല ഐഡിയ ആണോ? എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് വെളിച്ചത്ത് വരാലോ. അതെ, പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മിച്ചെടുക്കാം. അപ്പോൾ താങ്കൾ എങ്ങനെയായിരുന്നു ഒരു ടീനേജർ ആയിരുന്ന സമയത്ത്? അച്ഛനമ്മയ്ക്കും ഒരുപാട് പൊല്ലാപ്പ് കൊടുത്തിട്ടുണ്ടോ? ഇതുപോലെ തലവേദന ഉണ്ടാക്കിയ എൻ്റെ ഒരു കസിൻ പറയാറുണ്ട്, പുസ്തകമൊക്കെ നോക്കിയിട്ട് ഇവനെ വളർത്തിയെന്ന് കേട്ടിട്ടുണ്ട്, എന്നിട്ട് ഇവ ഇങ്ങനെയായി പോയല്ലോ എന്ന് പറയാം. അപ്പം വേറൊരു കസിൻ പറയാം, അതെ അതിൽ കുറച്ച് ഏടുകൾ വിട്ടുപോയിണ്ടാവുന്ന പുള്ളി വായിക്കാൻ. അപ്പം അത്രയ്ക്ക് തലതിരിഞ്ഞെന്ന് പറയില്ല, ഒരു വളരെ ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ ഈ സൗദിയിലൊക്കെ ആയിരുന്നു ഒരു എൻ്റെ ഏർലി ബാല്യം. ഒരു 6 വയസ്സൊക്കെയാണ്, 5-6 വയസ്സോടുകൂടിയാണ് നാട്ടിലെത്തുന്നത്, സെറ്റിൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലാണ് ഒരുപാട് ചോദ്യങ്ങൾ വരും നമുക്ക് മനസ്സിൽ. ഒന്ന്, ഈ നാട്ടിലെത്തുമ്പോൾ അമ്മയുടെ സൈഡിലുള്ള ആൾക്കാരെ മാമൻ, അമ്മയുടെ സൈഡിലുള്ള ബ്രദേഴ്സ് മാമൻ, മേമ, അച്ഛൻ്റെ സൈഡിലുള്ള ഒരു വല്യച്ഛൻ, ഇളയച്ഛൻ, വല്യമ്മ. അപ്പോൾ എന്തിനീ ബുദ്ധിമുട്ടിയ ആൾക്കാർ ഇങ്ങനെയൊക്കെ വിളിക്കണം? ഒരു അങ്കിള്, ആൻറ്റി അല്ലെങ്കിൽ ആ പേരും കൂട്ടി വിളിച്ചാൽ ആർക്കും സംശയമില്ല, വളരെ ക്ലിയർ ആയിട്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ഇതിനോടൊക്കെ പൊരുത്തപ്പെടാൻ തയ്യാറെടുക്കുന്ന മനസ്സിൽ അവനെ ഒപ്റ്റിമൈസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തിന് എൻ്റെ ബ്രെയിൻ പവർ ഇതും ഉപയോഗിക്കണം? എന്നാൽ ഏറ്റവും എളുപ്പമായിട്ട് ഇത് ചെയ്യാൻ സാധിക്കുമ്പോൾ ഇവരെന്തിനും എങ്ങനെയൊക്കെ. അന്ന് ആ ചോദ്യത്തിൻ്റെ ഒരു ഇതായിട്ട് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, പലരും അവിടെ ജനിച്ചു വളർന്ന ആൾക്കാർ ആരോ ചോദ്യം ചോദിക്കില്ല. അപ്പോൾ ഒരു സാധ്യത ഉള്ളതെന്ന് വെച്ചാൽ, ഒരു പക്ഷേ ഗ്രാമങ്ങളിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ജീവിച്ചിരുന്ന ആൾക്കാർക്ക് അവർക്ക് ബ്രെയിൻ എക്സസൈസസ് ചെയ്യാൻ വേറെ മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇത് അവരുടെ ബ്രെയിൻ എക്സസൈസസിന് അന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യമായിരുന്ന ഒരു കാലത്തായിരിക്കും. നിങ്ങൾ മാറി ഇന്ന് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ആക്ടിവിറ്റീസ് ചെയ്യാൻ ഇതുകളുള്ളപ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് പുതിയ തലമുറ ചോദിക്കാം. അപ്പോൾ അതുപോലൊരു ചോദ്യം അന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചോദ്യം ചോദിച്ച കുട്ടിയുടെ, അതുപോലെ എൻ്റെ വേറൊരു കസിൻ പറയാറുണ്ട്, അദ്ദേഹം ഒരിക്കൽ വീട്ടിൽ വന്നപ്പോൾ താടി വടിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ബാബു താടി വടിച്ചല്ലോ എന്ന് ആൾക്കാർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടന് താടിയല്ല പഠിച്ചത്, താടിയല്ല മുടിയെ പഠിച്ചത്. അപ്പോൾ ആ ഒറിജിനാലിറ്റി പിന്നില്ല എന്ന് ചേട്ടൻ പറയാറുണ്ടായിരുന്നു. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് ഇതിനോട് കാണുമ്പോൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പല ഇതുകളും അവൻ ചോദ്യം ചെയ്യും. ആ ചോദ്യം ചെയ്യുന്നതിന്റെ ഭാഗമാണ് കൗമാരക്കാർക്ക് ഇത്തിരി കൂടുതൽ ചോദ്യം ചെയ്യും. അവര് എന്തിനാ സ്കൂളിൽ പോണ്, എന്തിനാ ഈ ബോറടിച്ച് ഇരുന്ന് പഠിക്കുന്നത്, എന്താ ഈ ടീച്ചർമാര് ഇൻട്രസ്റ്റിംഗ് ആയി കാര്യങ്ങൾ എടുക്കാത്ത. അപ്പോ അതിന് മുഴുവൻ അവരെ തെറ്റു പറയാൻ പറ്റില്ല. ഇല്ല, ഇപ്പൊ നമ്മളൊക്കെ, അപ്പൊ ഞാൻ നല്ല കുട്ടിയായിരുന്നു എന്നല്ല പറയുന്നത്, നമ്മള് ഇതുപോലെ തന്നെ ആവശ്യത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യുകയും ആവശ്യത്തിൽ കൂടുതൽ ബഹളങ്ങൾ ഉണ്ടാക്കുകയും സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെടുകയും അങ്ങനെ കുറെ പ്രാവശ്യം റിപ്പീറ്റഡ് ആയി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന്റെ റീസൺ മാത്രം ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടാ. റീസൺ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. 10ാം ക്ലാസ്സിൽ ഒരു പുതിയ സ്കൂളിൽ വന്ന് ചേർന്ന് 1 വർഷം ആ സ്കൂളിൽ പഠിച്ച് അവിടെയും കുറെ സാഹസങ്ങളൊക്കെ ചെയ്ത് പോകുന്ന മനുഷ്യരാണ് ഇരിക്കുന്നത്. അല്ല, അത് ചില കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ വലിയ എന്താ പറയുക നന്മകളിലേക്ക്, ഇപ്പോൾ 9ാം ക്ലാസ്സിൽ നിന്ന് അന്ന് വരെ പഠിച്ചിരുന്ന സ്കൂളൊക്കെ വിട്ട് ഫ്രണ്ട്സിനെയൊക്കെ വിട്ട് വരുമ്പോൾ കംപ്ലീറ്റ്ലി വേൾഡ് ഷാറ്റേർഡ് ആയി പോകുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോകണം. അന്ന്
അച്ഛൻ തിരിച്ച് വീണ്ടും മസ്കറ്റിലോട്ടൊക്കെ പോയിരുന്നു. അപ്പോൾ അമ്മയും ഞാനും ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ അവിടെയും ജീവിതം ചേഞ്ച് ചെയ്യും. അപ്പോൾ ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു പുതിയ സ്കൂളിൽ കണ്ടെത്തുന്ന പോലെ പുതിയ സ്കൂൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലും വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ അറിയുന്നത് അന്ന് അവർ ഒരു എക്സ്പെരിമെൻറ്റേഷൻ പോലെ എടുക്കുന്നതാണ്. അപ്പോൾ അവിടുത്തെ പിന്നീട് ഒരുപാട് അടുത്ത മഞ്ജു വാര്യർ സാറ്, അദ്ദേഹത്തിനോട് ശാരംഗധരൻ എന്ന് പറഞ്ഞിട്ട് ഒരു സെക്രട്ടറി ഉണ്ടായിരുന്നു. അവർ നല്ല കുഴപ്പമില്ലാത്ത ഫാമിലിയാണ്. യു ടേക്ക് ഇറ്റ് ആസ് എൻ എക്സ്പെരിമെൻറ്റ്. അവൻ ഈ ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് വന്നതെന്നൊക്കെ അവർ അറിഞ്ഞുകൊണ്ട് തന്നെ ലെറ്റ്സ് ട്രൈ ഇറ്റ് ഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ട്രൈ ഔട്ട് ചെയ്യാന്ന് പിന്നീട് ബെഞ്ചമിൻ സാൻഡർ അതുപോലുള്ള ആളുകൾ എടുത്ത ടെഡ് ടോക്സ്. ബെഞ്ചമിൻ സാൻഡർ എന്ന് പറഞ്ഞ ഒരു വലിയ മ്യൂസീഷ്യനാണ്. അദ്ദേഹം കുട്ടികളെ ക്ലാസ്സിൽ വരുന്ന ആദ്യത്തെ ദിവസം പറയും, ഞാൻ നിങ്ങൾക്ക് 100% മാർക്ക് തരാൻ പോകുന്നു. ഐ എം ഗോയിങ് ടു ഗിവ് യു എ, ബട്ട് യു ഹാവ് ടു റൈറ്റ് ടു മീ എ ലെറ്റർ, ഒരു നോട്ട് എനിക്ക് എഴുതി തരണം, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ എ കിട്ടാൻ നിങ്ങൾ അർഹരായെന്ന്. ആൻഡ് അത് എഴുതിയതിന് ശേഷം യു സ്റ്റാർട്ട് ബിഹേവിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ കുട്ടികൾക്ക് ആ ഫുൾ മാർക്ക് കൊടുത്ത് അവരെ അല്ലെങ്കിൽ അവരെ നമ്മളോളം തന്നെ ഒപ്പം നമ്മൾ തന്നോളമായ തന്നെ പോലെ കാണുന്നല്ലേ, അതുപോലെ കണ്ട് അവരുടെ അഭിപ്രായങ്ങളും ഒരു ഇതുപോലെയൊക്കെ ചിന്തിച്ചു തുടങ്ങുമ്പോൾ ആ മാർക്ക് കൊടുത്തിട്ട് നമ്മൾ അവരോട് ബിഹേവ് ചെയ്യുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ ഇതുകൾ മാത്രമല്ല അത് കീപ്പ് ചെയ്യാൻ തോന്നും. ആ മാർക്ക് എപ്പോഴും കളയാണ്ട് സൂക്ഷിക്കാൻ അവർക്ക് തോന്നും. അപ്പോൾ അത് വേറൊരു എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഒരു ഫോർകാസ്റ്റിംഗ് ഇതിലാണല്ലോ. ഇപ്പോൾ നമ്മൾ കുട്ടികളായാലും മുതിർന്നവരായാലും നമ്മൾ ഇത് വർക്കൗട്ട് ആവും, അല്ലെങ്കിൽ ഇത് പഠിച്ചാൽ നമുക്ക് ജോലി കിട്ടും, ഇത് ചെയ്താൽ നമുക്ക് കാശ് കിട്ടും എന്നുള്ള ഇതിലൂടെ നമ്മളിങ്ങനെ ആ ഒരു ധാരണയിലാണ് നമ്മൾ ജീവിതം മുന്നോട്ട് പോകുന്നത്. അത് ധാരണ തെറ്റിപ്പോകുമ്പോൾ നടക്കാതെ വരും, ശരിയാകുമ്പോൾ അത് വിജയം നമ്മൾ വിളിക്കും. അത് എപ്പോഴും വർക്കൗട്ട് ആവുന്നില്ല. അപ്പോൾ കുട്ടികൾ പഠിക്കുന്ന കാലത്ത് അച്ഛനും അമ്മയ്ക്കും നീ ഇത് പഠിച്ചാൽ മതി എന്ന് അവനോട് പറയാം. പക്ഷെ അത് പഠിക്കേണ്ടത് അവനാണ് അല്ലേ. ഇപ്പോൾ നമുക്ക് പറയാം ഇതിന് നല്ല സ്കോപ്പ് ഉണ്ട്, IT-ക്ക് നല്ല സ്കോപ്പ് ഉണ്ട്, അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇതിനൊക്കെ നല്ല സ്കോപ്പ് ഉണ്ട്. പക്ഷെ അതിനോട് അവന് ഒരു താല്പര്യം ഉണ്ടെങ്കിൽ, അതേസമയം ഒരു സ്കോപ്പും ഇല്ലാത്ത സാധനത്തിലും അവന് താല്പര്യമുള്ള ഒന്നിൽ ചെന്ന് പെട്ടാൽ ഈ മേ ബിക്കം മച്ച് ബെറ്റർ. അപ്പൊ നമുക്കിത് അറിയാത്തൊരു കാര്യം, ഒന്ന് നമ്മൾ ഈ സ്കോപ്പ് ഉണ്ടെന്ന് പറയുന്ന സാധനം ഇതൊക്കെ അറിയാൻ തിരിഞ്ഞ് 10 വർഷം കഴിഞ്ഞ് അവൻ ജോലി സ്ഥലത്തേക്ക് എത്തുമ്പോഴേക്കും അതിന്റെ സ്കോപ്പ് മാറിപ്പോകാൻ ഓരോ വർഷവും ഇത് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്ന് യൂട്യൂബ് വലിയ ബഹളമായിട്ട് നിൽക്കുന്നത് 10 കൊല്ലം കഴിഞ്ഞ് യൂട്യൂബ് എവിടെയാണെന്ന് നമുക്കറിയില്ല. അതുപോലെ തന്നെയാണ് ഈ ഇതുകൾ. അപ്പോൾ ഓരോ ചേഞ്ചിങ് സർക്കംസ്റ്റൻസസിനും അനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ അതിനോട് പൊരുത്തപ്പെടാനും അതിലൊക്കെ ഈ കൽക്കൊള്ളത്തിൽ മീൻ പിടിക്കുന്ന പോലെ ആ മീൻ പിടിക്കാനുള്ള ഒരു കഴിവ് വളർത്തിയെടുക്കാനും അറിയുള്ളൂ. അപ്പോൾ ഇപ്പോൾ ടീനേജുകാരെ ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ സദ്ഗുരു പറയുന്ന കാര്യം, കുഞ്ഞുങ്ങളെ നിങ്ങൾ കാര്യമായിട്ട് ഹാൻഡിൽ ചെയ്യൊന്നും വേണ്ട, അവര് തന്നെ ഹാൻഡിൽ ചെയ്തോളും ഈ ലോകത്തെ, നിങ്ങൾ നന്നായാൽ മതി. അപ്പോൾ അവൻ കൂടുതൽ സമയം ഡീറ്റെയിൽ ഇതിലൊക്കെ ചെലവഴിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബിക്കോസ് യു ആർ നോട്ട് എ ബെറ്റർ സൂപ്പർ സ്റ്റാർ. നിങ്ങൾ അത്രയും സൂപ്പർ സ്റ്റാർ ആണെങ്കിൽ അവനതിൽ ചെലവഴിക്കില്ല. സോ ഇറ്റ്സ് യുവർ ഇൻഎഫിഷ്യൻസി. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് അവരുടെ അറ്റൻഷൻ പിടിച്ചിരുത്താൻ അല്ലെങ്കിൽ അവരുടെ സ്നേഹം പിടിച്ചിരുത്താൻ നമുക്ക് അവരെ ഫോഴ്സ് ചെയ്യാതെ നമ്മളിലേക്ക് എത്തിക്കാൻ, സ്നേഹത്തിലൂടെയും നല്ല വാക്കുകളിലൂടെ എത്തിക്കാൻ നമുക്ക് ആ എഫേർട്ട് എടുക്കുന്നില്ലെങ്കിൽ, നമ്മൾ അതിനുള്ള സമയം ചെലവഴിക്കുന്നില്ലെങ്കിൽ അവരുടെ വഴിക്ക് പോകുന്നില്ല, നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പോൾ അതിന് വേണ്ടി അവരുടെ എൻജോയ്മെന്റും ഇതുകളും നമ്മൾ കർട്ടയിൽ ചെയ്തിട്ടോ അത് മാറ്റി വെച്ചിട്ടോ അല്ല. ഇപ്പോൾ നമുക്ക് പറയാം ഈ 10ാം ക്ലാസ്സാണ്, സീരിയലും ഇതുകളും ഒക്കെ കാണുന്നത് കുറച്ചുകൂടെ പഠിച്ചാൽ നന്നായിരിക്കും. ആൻഡ് ദാറ്റ്സ് ജോലിക്കും ഇതൊക്കെ വരുമ്പോൾ ദർ ഇസ് എ ബാലൻസ് യു ഹാവ് ടു കീപ് എല്ലാത്തിനും. ഇപ്പോൾ എവിടെയും നമുക്ക് ഒരുപാട് അംബിഷൻസ് ആയിട്ട് ജീവിക്കാം അല്ലേ. ഒരുപാട് അംബിഷൻസ് ആയിട്ട് ജീവിച്ചിട്ട് അംബിഷൻസ് മുഴുവൻ സാധിച്ചില്ല എന്നുള്ള വിഷമത്തോടുകൂടെ ഓരോ ദിവസവും ചെലവഴിക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ജോജു ആക്ടറുടെ ഒരു ഇന്റർവ്യൂവിൽ ഈ അടുത്ത് കണ്ടാണ്. ഇപ്പോൾ നല്ല കാലാണല്ലേ ജോജുവിന് എന്ന് ചോദിക്കുന്നത്. എല്ലാം ഹിറ്റാവുന്നു. ജോസഫ് ഹിറ്റായി, പൊറിഞ്ചു മറിയം ജോസ് ഹിറ്റായി.
അപ്പോൾ ജോജി പറയുന്നത് എനിക്ക് എന്നും നല്ല കാലമായിരുന്നു. നമ്മള് സിനിമയിലേക്ക് വരുമ്പോൾ കൊച്ചു കൊച്ചു കാര്യങ്ങള് ആഗ്രഹങ്ങളായിട്ടാണ് വന്നത്. അപ്പൊ ആദ്യത്തെ മുഖം കാണിക്കുന്നത്, ആദ്യത്തെ ഡയലോഗ് പറയുന്നത്, ആദ്യമായിട്ട് ഒരു കുറച്ച് ലെങ്ത് ഉള്ള ഓരോ ഇതും അന്ന് എന്നെ ഹാപ്പി ആക്കിയിരുന്നു. അപ്പൊ ആ ഹാപ്പിനെസ്സിലും ഒട്ടും വ്യത്യാസമില്ല. ഇപ്പോഴും ഞാൻ ഹാപ്പിയാണ്, ഒട്ടും വ്യത്യാസമില്ല. അപ്പൊ ആ മനോഭാവത്തിന് ഒരു പ്രത്യേക ചാരുതയുണ്ട്. നമ്മള് ഒരു വലിയ ലക്ഷ്യം, ഞാൻ എപ്പോഴും പലരോടും സംസാരിക്കുമ്പോൾ ഒരു ഗോള് വെച്ചിട്ട് അതിനോട് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഗോൾസ് ഉണ്ടാവാം വലിയ ഇന്ന സ്ഥലത്ത്. ബട്ട് ഓരോ മൈൽ സ്റ്റോൺസും അത് നമ്മൾ എൻജോയബിൾ ആക്കിയിട്ട് ആ മൈൽ സ്റ്റോൺസും ഗോൾസാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നന്നായി പോകാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ, നമ്മള് അതിനൊരു രസമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പം എല്ലാവരും ഇതാവണമെന്നില്ല. ഇപ്പോൾ ഇലോൺ മസ്ക് പറയാൻ അദ്ദേഹത്തിന് മാസത്തിലെത്തിയാലേ സന്തോഷമാവും എന്ന് വെച്ചാൽ ആ വഴിയിൽ ഒരു ടെസ്ലയും ഒരു സോളാർ എനർജിയും അതുപോലുള്ള കമ്പനികളും ഹൈപ്പർ ലൂപ്പും ഒക്കെ അദ്ദേഹം ഇത് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. ഓരോ ജേണി, അതെ, ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ഡെസ്റ്റിനേഷൻ, ഇറ്റ്സ് അബൌട്ട് ദ ജേണി. എല്ലാവരും യോജിക്കുന്നില്ല, യോജിക്കാതിരിക്കുന്നതിലാണ് അതിന്റെ രസം. ഇനി താങ്കളുടെ ടീനേജോ? അതെ, എന്നെ കൊണ്ട് ഇത്ര എത്തിച്ചില്ല. അല്ല, എനിക്കെന്ന് പറഞ്ഞാൽ നമ്മൾ എൻ്റെ ഒറ്റമക്കളായതുകൊണ്ട് കുറച്ചും കൂടെ എന്താ പറയാ, അല്ല അത് പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ ജീവിച്ച സാഹചര്യത്തിലല്ല ഞാൻ ജീവിച്ചത്. അപ്പൊ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒറ്റമോളായതിൻ്റെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. മാത്രമല്ല അമ്മ വർക്കിംഗ് ആണ്, അച്ഛനുണ്ടാവാൻ ഇവിടെ ഇല്ല, പുറത്താണ്, ബോംബെയിലൊക്കെയാണ്. വൻസിൻ്റെ വയലിൽ മാത്രമേ നാട്ടിൽ വരുള്ളൂ. അപ്പോൾ ഒറ്റയ്ക്ക് ഞാനും അമ്മയും പിന്നെ അമ്മാമ്മ ഉണ്ടായിരുന്നു. അമ്മാമ്മ ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അമ്മമ്മ മരിച്ചു പോകുന്നത്. അമ്മമ്മ 94 വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും നമുക്കൊരു ഷെയർ ചെയ്യാൻ ഒരാളില്ലാത്തൊരവസ്ഥയായിരുന്നു. അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അമ്മേനെ കുറ്റം പറയാൻ പറ്റില്ല, അമ്മയ്ക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അച്ഛനില്ല ആ ഒരു വീട്ടിൽ എന്ന് പറയുമ്പോൾ. പിന്നെ അമ്മയ്ക്ക് അപ്പോൾ ആ സമയത്ത് മൈഗ്രെയിൻ ആയിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് മാസത്തിൽ 2 പ്രാവശ്യം കടപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ടീനേജൊക്കെ ആകുമ്പോൾ വരുന്ന മാറ്റം, പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കുട്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എനിക്കറിയില്ല അത്ര മാറ്റങ്ങൾ ഉണ്ടായിരുന്നു തോന്നുന്നു. എന്നാലും മാനസികമായിട്ടും ശാരീരികമായിട്ടും നമ്മൾ മാറുമ്പോൾ അത് എക്സ്പ്രസ് ചെയ്യാൻ ഒരാളില്ലാത്തൊരവസ്ഥ എന്ന് പറയുമ്പോൾ വലിയ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എനിക്കെന്ന് പറഞ്ഞാൽ കസിൻസ് ഒന്നും അങ്ങനെ അടുത്തൊന്നും ഉണ്ടായിരുന്നില്ല, ദൂരെയായിരുന്നു. അതപ്പോൾ വർഷത്തിലൊരിക്കൽ നമ്മൾ 1 മാസം വെക്കേഷനും അങ്ങനെ പോയി കാണുന്നു എന്നല്ലാതെ, അല്ലെങ്കിൽ വല്ലപ്പോഴും മാത്രം കാണുന്നൊരു കസിൻസേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. അപ്പോൾ നമ്മളെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ ഒരാളില്ലാത്തൊരവസ്ഥ ഒരു വലിയ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് അത് കുറച്ചും കൂടെ നമുക്ക് അച്ഛനമ്മയുടെ അടുത്ത് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇപ്പം നമ്മൾ പറയില്ലേ ആ ഒരു സ്വാതന്ത്ര്യം, അപ്പം ചിലപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കുന്ന ഒരു അവസ്ഥയിൽ നമുക്കപ്പോൾ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ കൂടുതലൊരു ടെംപ്റ്റേഷൻ തോന്നും. നീ അത് ഒരു തുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊരു പാത്രം തന്നിട്ടുണ്ടെങ്കിൽ അത് തുറന്നു നോക്കുക എന്നുള്ളൊരു ടെൻഡൻസി അത് അല്ല. അപ്പൊ അതാ പല അബദ്ധങ്ങളിലോട്ട് പോയി ചാടിയിട്ടുണ്ട് ആ സമയത്തൊക്കെ. അപ്പോൾ ഇപ്പൊ ചിന്തിക്കുമ്പോൾ അയ്യോ അങ്ങനെ അമ്മ പറഞ്ഞാൽ കേൾക്കാമായിരുന്നു എന്ന് തോന്നും. പക്ഷെ ആ സമയത്ത് നമുക്ക് ആര് ദൈവം തമ്പുരാൻ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ തോന്നും. അതിപ്പോ തീ തൊട്ടാ പൊള്ളും എന്നുള്ളത് ലോകം മുഴുവൻ പറഞ്ഞാലും ആ കുട്ടി ഒന്ന് തീ തൊട്ട് നോക്കും, അവനറിയണം പൊള്ളലെന്താന്ന്. അപ്പൊ തീ തൊട്ടാ പൊള്ളലെന്താന്ന് അറിഞ്ഞാലല്ലേ അത് പിന്നെ തൊടാതിരിക്കാൻ. അതുകൊണ്ട് എനിക്ക് ഇപ്പൊ ഒരിക്കലും എന്റെ മക്കളെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഞാൻ അമ്മ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നെ എങ്ങനെയാ മക്കളെ കുറ്റം പറയാൻ പറ്റുന്നേ? അപ്പൊ നമ്മളെപ്പോഴും മക്കളെ അതല്ലേ, മക്കളെ കുറ്റം പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം ഞാൻ ചെയ്തിട്ടുണ്ടോ, ഞാൻ അവരെ കുറ്റപ്പെടുത്താൻ ഞാൻ അർഹയാണോ എന്ന് നമ്മൾ ഒരു നിമിഷം ചിന്തിക്കുക. അത് വിചാരിച്ചിട്ട് അവർ ചെയ്യുന്നത് എല്ലാ തോന്നിയ ദിവസങ്ങൾക്ക് നമ്മൾ ഓക്കെ അല്ലെങ്കിൽ യെസ് പറയാന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മളൊരു നിമിഷം ആലോചിക്കണം. പിന്നെ മോനെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. അപ്പൊ ഞാനിപ്പോ അവിയെടുത്ത് ഇപ്പൊ അവിയാണല്ലോ ഇപ്പൊ ടീനേജർ ആയിരിക്കുന്നു, നന്ദു വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ അവിയുടെ അടുത്ത് ഞാൻ സ്ട്രിക്റ്റ് ആണ്, പക്ഷെ ഞാൻ പല കാര്യങ്ങളും ഞാൻ അവൻ്റെ അടുത്ത് ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ അവൻ എൻ്റെ അടുത്ത് പറയുന്ന കാര്യം അത് അമ്മ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലല്ല ഞാനിപ്പോ ജീവിക്കുന്നത് എന്ന് പറയാം. അപ്പോൾ ഞാനിങ്ങനെ പറയും അമ്മ ഇപ്പൊ പൈസ ചെലവഴിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയുമ്പോൾ അമ്മ അവി കുറച്ചൊന്ന് ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു 50 രൂപ കിട്ടാൻ വേണ്ടി ഞാൻ കാത്തിരുന്നിട്ടുണ്ട്. അത് അന്നല്ല അമ്മ, ഇതിപ്പോ അങ്ങനെയല്ലല്ലോ എന്ന് പറയും. അപ്പൊ അതെന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോയിരുന്നത് അമ്മ പറയും അതന്നെ മൈലുകളോളം നടന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ ജനറേഷൻ നമ്മളെ കുറ്റം പറയും.
അതെ, അപ്പൊ അതൊന്നും കുട്ടികളുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ പറയും, എന്ത് ചെയ്യുകയാണെങ്കിലും ഈ പറഞ്ഞ പോലെ തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മനസ്സിലായി വളരുന്നതിനെ കുറച്ചും കൂടെ നല്ലത്. അല്ലെങ്കിൽ എപ്പോഴും നമ്മള് അച്ഛനും അമ്മയും കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു വരില്ലേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനൊക്കെ, ഇന്നത് തെറ്റ് അപ്പൊ ഞാനും പറയുന്ന ഒരു കാര്യം വെച്ചാൽ കുറച്ച് തെറ്റുകളൊക്കെ സംഭവിക്കട്ടെ, എന്നിട്ട് അവരതിൽ നിന്ന് പഠിക്കട്ടെ. അതിലൊരു വലിയ ഇതുണ്ട്. ഇപ്പോൾ ഞാൻ പറയാറ് ഈ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ടതുകൊണ്ട് അതൊരു ഡിഫൈനിങ് പോയിന്റ് ആയിരുന്നു ജീവിതത്തിൽ. അപ്പോൾ അവ പല കാര്യങ്ങളും സ്കൂളിൽ പുറത്താക്കപ്പെടാതെ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്താൽ നിനക്ക് അപ്പോൾ എപ്പോഴാണ് നമ്മുടെ ആ ഡിഫൈനിങ് പോയിന്റ് വരിക എന്ന് പറയില്ല. അപ്പൊ അത് എന്നോട് പറയുന്ന കാര്യമാണ്, അച്ഛൻ അങ്ങനെ ചെയ്തില്ലേ. ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു മോനെ, അത് അച്ഛൻ അങ്ങനെ ചെയ്തു. അച്ഛൻ അതിൽ നിന്ന് ആ ഒരു സ്റ്റേജ് ഓവർകം ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി അച്ഛൻ ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. പക്ഷെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല നിനക്ക് ഒരു വർഷം കൊണ്ട് പെട്ടെന്ന് തന്നെ. എല്ലാ പിള്ളേർക്കും പക്ഷെ അത് പറ്റില്ല. ചില കുട്ടികൾ ഡിപ്രഷനിലോട്ട് പോകും. അതാണ് പറഞ്ഞു വരുന്നത്. ഇപ്പൊ ആ പ്രായത്തിൽ അത് അഡാപ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഡിപ്രഷനിലോട്ട് പോവാതെ ഓരോ ഇറ്റ് വാസ് ലൈക്ക് അങ്ങനെ ഒരു ഒറ്റപ്പെടുന്ന ഇതിൽ ഒന്ന് സ്കൂളിൽ നിന്ന് ഒറ്റപ്പെടുന്നു, അച്ഛനും പോകുന്നു. അങ്ങനെ ഒറ്റപ്പെടുമ്പോൾ അതിൽ നിന്ന് പിടിച്ചു കയറാൻ ഓരോ ദിവസവും ഒരു എഫേർട്ടാണ്. കാരണം ഒന്ന് നമ്മള് വഴിമാറിപ്പോയി. അപ്പൊ പഠിക്കാൻ തുടങ്ങുമ്പോൾ പഠിച്ചിട്ട് മനസ്സിലാവണില്ലേ. വീട്ടില് സ്കൂളിൽ ശ്രദ്ധിച്ച്, വീട്ടിൽ വന്ന് വായിച്ച്, കിടക്കുന്നതിന് മുമ്പ് വായിച്ച്, പിറ്റേ ദിവസം രാവിലെ വായിച്ച്, സ്കൂളിലെത്തി ടീച്ചർ ക്ലാസ്സിൽ വരുന്നതിന് മുമ്പ് വായിച്ചൊക്കെ ചെയ്താലും തപ്പി പിടിച്ചൊക്കെ എന്തെങ്കിലും പറയാം അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പ്രസ് ചെയ്യാവുന്ന കാലഘട്ടത്തിലായിരുന്നു തുടങ്ങിയപ്പോൾ. പിന്നീട് 2-3 മാസം കഴിഞ്ഞപ്പോഴേക്കും എഫേർട്ട്ലെസ് ആയി. അത് സ്ഥിരോത്സാഹം കൊണ്ട് സാധിച്ചു തുടങ്ങി. ക്ലാസ്സിൽ ശ്രദ്ധിച്ച പിറ്റേ ദിവസം പുസ്തകം തുറക്കാതെ പറയാവുന്ന. അപ്പോൾ ആ ഒരു ജേണിക്ക് നമുക്ക് ഏറ്റവും ഇമ്പറ്റസ് ആയത് ഒരു വലിയ നമ്മൾ മാത്രമേ ഉള്ളൂ. ആ ഒറ്റയ്ക്ക് നിൽക്കുന്നവൻ്റെ കരുത്ത് അപ്പോഴാണ് മനസ്സിലാവുന്നത്. അത് പക്ഷേ നല്ലതായും മോശമായിട്ടും വരാം. ഇപ്പൊ ഇതായിരുന്നില്ല. പിന്നീട് പല ട്രസ്റ്റ് ഇഷ്യൂസിനും അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ ചെന്ന് വിടുമ്പോൾ ഈ അന്ന് ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ നമ്മുടെ കൂടെ നിൽക്കാൻ ആരും ഉണ്ടായില്ല. ഇന്നും നമുക്കൊരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കാൻ ആരും ഉണ്ടാവില്ല. സോ യു ഹാവ് ടു മാനേജ് ആൻഡ് പ്ലാൻ ഫോർ ദാറ്റ്. ആ രീതിയിലാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ആ ട്രസ്റ്റ് ഇഷ്യൂ ഉള്ളപ്പോൾ ഉള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒരു വലിയ ഗ്രൂപ്പിലും ഇതിലും നമ്മൾ ചിലപ്പോൾ ശോഭിക്കാൻ പറ്റിയെന്നല്ല, അത് നമ്മളെന്തെങ്കിലും പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ അതോടുകൂടെ നമുക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ വന്ന് ഇവനോട് ചോദിക്കാം അല്ലെങ്കിൽ ഇത് ചോദിക്കാം, അങ്ങനെ പ്ലാൻ ചെയ്യും. നമ്മൾ ഓരോ ടീം ക്രോസ് ചെയ്യാന്ന് പറയില്ലേ, എല്ലാ അതെല്ലാം ചെയ്ത് ശരിയായി നമുക്ക് താല്പര്യം ഇത് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ തിരഞ്ഞെടുക്കാൻ തുടങ്ങും. അപ്പോൾ അതിൽ ആ പ്രായത്തിൽ അത് വന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ആ ഒരു വഴിക്ക് പോയി. അത് ഇപ്പോൾ അവയ്ക്ക് ആ സമയത്തല്ല വേറൊരു പ്രായത്തിലാണ് വരുന്നതെങ്കിൽ ചിലപ്പോൾ ആ ട്രസ്റ്റ് ഇഷ്യൂ അത്ര വരില്ല അല്ലേ. അപ്പോൾ അത് നമ്മൾ പറയും, ഇപ്പോൾ ഒരു പ്രശ്നവും ഇല്ലാതെ കുട്ടികൾ മുന്നോട്ട് പോകുമ്പോൾ എന്നെങ്കിലും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് അവർക്ക് ഈ ഫസ്റ്റ് ക്രൈസിസ് വരുന്നതെങ്കിൽ, ഫസ്റ്റ് ക്രൈസിസ് വരുമ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്യാൻ അവർക്കുള്ള പ്രാപ്തി കുറവായിരിക്കും എന്ന് പറയും. ഇപ്പോൾ നേരത്തെ ക്രൈസിസ് വരുന്നതാണ് നല്ലതെന്ന് പറയും. ഇപ്പോൾ പലരും ചില കുട്ടികളൊക്കെ കണ്ടിട്ടില്ലേ, ആ വളർന്നു വരുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഒരു ടീനേജ് ഇതിൽ അച്ഛനും അമ്മയും മരിച്ചുപോയി, അല്ലെങ്കിൽ അച്ഛൻ മരിച്ചുപോയി, അമ്മ മരിക്കണമെന്നില്ല, ഒരു ഫാദർ ഫിഗർ പെട്ടെന്ന് ഇല്ലാതാവുമ്പോൾ അവർ പെട്ടെന്ന് മെച്ചൂർഡാവും അല്ലേ. അപ്പോൾ അതുപോലൊരു ക്രൈസിസ് ഒന്നും നമ്മുടെ ജീവിതത്തിലൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ എൻ്റെ അറിയാവുന്ന പല അടുത്ത സുഹൃത്തുക്കളുടെ അല്ലെങ്കിൽ ബന്ധുക്കളുടെ ഒക്കെ ജീവിതത്തിലാണ്. ആൻഡ് യു ക്യാൻ സീ ആ ഇത് കഴിയുമ്പോൾ അവർ പിന്നെ ഡിപ്പെൻഡ് ചെയ്തത് ആ ഒരു എന്താ പറയുക, അവർക്കൊരു സപ്പോർട്ട് സിസ്റ്റം വരുന്നു, ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ട് സിസ്റ്റം വരുന്നു, അല്ലെങ്കിൽ ബന്ധുക്കളുടെ സപ്പോർട്ട് സിസ്റ്റം വരുന്നു. ആ സപ്പോർട്ട് സിസ്റ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അവർക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് കുറവാണ് അല്ലേ. അപ്പോൾ ഓരോരുത്തരും ഓരോ വഴികളിലൂടെയാണ്. അപ്പോൾ ഇന്നത് വർക്കൗട്ട് ആവുന്നില്ല. ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ഇതിൻ്റെ ഭവിഷ്യത്തുകൾ, ഇങ്ങനെയൊക്കെ സംഭവിക്കാം. ആൻഡ് ഇറ്റ്സ് ലൈക്ക് യു ഡോണ്ട് നോ. ഒരു വലിയ പാട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കെന്ന് പറഞ്ഞാൽ ഒരു ക്രൈസിസിൽ ഡിഫൈൻഡ് ആവുന്നതല്ല അല്ലെങ്കിൽ കഴിഞ്ഞു പോകുന്നതല്ല നമ്മുടെ ജീവിതം. ഏത് ഇതിൽ നിന്നും കയറി വരാൻ നമുക്ക് സാധിക്കും. അതിനുള്ള സപ്പോർട്ട് കുട്ടികൾക്ക് ഇപ്പോൾ എന്ത് തന്നെ സംഭവിച്ചാലും നമ്മൾ കൂടെ ഉണ്ടാവുന്നുള്ളൊരു സപ്പോർട്ട് അവർക്കൊരു കൺഫർമേഷൻ പോലെ വേണം. അതില്ലെങ്കിലാണ് ഈ കുട്ടികൾ ആത്മഹത്യ ചെയ്യാനും അല്ലെങ്കിൽ മറ്റേതുകളും. അപ്പോൾ ആ ഒരു
കോൺഫിഡൻസ് ലെവൽ ഇപ്പോൾ തകർന്നു പോയ അച്ഛൻ്റെ നെഞ്ചിലേക്ക് ഓടി വരാനോ അല്ലെങ്കിൽ അമ്മേനെ കെട്ടിപ്പിടിക്കാനോ ഉള്ള ഒരു വീട്ടിൽ വന്നാൽ അവരുണ്ടാവും നമ്മുടെ. അതായത് നമുക്ക് അച്ഛനോടോ അമ്മയോടോ അല്ലെങ്കിൽ രണ്ടുപേരോടോ ഓപ്പണായി സംസാരിക്കാനുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ ഒരുക്കി കൊടുക്കണം. ഇപ്പോൾ ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ കുട്ടികൾക്ക് ഓപ്പണായി പറയാൻ പറ്റിയെന്ന് വരില്ല, എന്നാൽ പോലും നമ്മൾ മക്കളെ ഒബ്സർവ് ചെയ്യണം. ഞാൻ ശ്രദ്ധിക്കാറുള്ള കാര്യം വെച്ചാൽ പലരും ചെയ്യാറില്ല. ഇപ്പോൾ എൻ്റെ മക്കളുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വരുന്ന ചെറിയ മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാവും. പ്രത്യേകിച്ചും ടീനേജ് ആകുമ്പോൾ ഓരോ ദിവസം ഓരോ പോലെയാണ്. ഇന്നത്തെ ദിവസത്തെ മൂഡായിരിക്കില്ല നാളത്തെ ദിവസം. ഇന്ന് ഭയങ്കര പ്ലസന്റ് ആണെങ്കിൽ നാളെ കംപ്ലീറ്റ് മൂഡ് ഓഫ് ആയിരിക്കും. അത് ചെറിയൊരു ഇഷ്യൂ ആയിരിക്കും. ചിലപ്പോൾ അതിന് ഊതിപ്പെരിപ്പിച്ച് ഞാൻ ചോദിക്കും ഇതാണോ മോനെ എന്ന് ചോദിക്കുമ്പോൾ അവൻ തന്നെ പറയും ഇന്നലെ ഞാൻ ഇങ്ങനെ ആയിരുന്നല്ലോ അമ്മേ സോറി എന്ന് പറയുന്ന ഒരു അവസ്ഥ വരും. അപ്പോൾ അവരിങ്ങനെയാണ് അവരുടെ ഈ പ്രായത്തിൻ്റെ ആണെന്ന് നമ്മളത് മനസ്സിലാക്കുക. മാത്രമല്ല അവരുടെ ഈ ചേഞ്ചസ് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരേ മൂഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. എന്തോ സംതിങ് ഈസ് റോങ് എന്നുള്ളത് നമ്മൾ അമ്മമാരത്, പ്രത്യേകിച്ച് അമ്മമാർക്കാണ് അത് തിരിച്ചറിയാൻ പറ്റുക. അപ്പോൾ നമ്മളൊന്ന് കുറച്ചും കൂടെ ഒന്ന്, അപ്പോൾ ഞാനൊക്കെ അവിക്ക് ചെറുപ്പത്തിൽ, അതായത് ഇപ്പോൾ 8ാം ക്ലാസ്സിലോട്ട് നമ്മൾ ഫോൺ കൊടുക്കുന്നുള്ള പാരൻസാണ്. അപ്പോൾ ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആവശ്യത്തിന്, കാരണം ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ, ഇപ്പോൾ പ്രത്യേകിച്ച് നോട്ട്സൊക്കെ വാട്സപ്പിൽ കൂടെയൊക്കെയാണ് വരുന്നതും പോവാത്ത ദിവസങ്ങൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് അപ്പോൾ ഫോണിൻ്റെ ഉപയോഗം കൂടുതലാണെന്നും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ സമയത്ത് നമ്മൾ കട്ട് ചെയ്യുന്ന വെച്ചാൽ കുറച്ച് സ്ട്രിക്റ്റ് ആവും, ഇന്ന സമയത്ത് മാത്രം ഫോൺ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്കത് മനസ്സിലാവും. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു കമ്പൈൻ സ്റ്റഡീസ് പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു മോനെ കമ്പൈൻ സ്റ്റഡി വേണ്ട, അത് ഫോണിൽ കൂടെ ഉള്ള കമ്പൈൻ സ്റ്റഡി ആയിരുന്നു. അപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ ബില്ല് കൂടി. അപ്പോൾ എനിക്ക് പറ്റിയിട്ടുള്ളൊരു കാര്യമാണ്, അവന് കുട്ടീനെ കുറ്റം പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു മോനെ, അപ്പോൾ അവനത് അറിയില്ലായിരുന്നു. കാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോ പുള്ളി കൂടെ കയറി തോക്കി കൂടെ വരി വയ്ക്കില്ലേ. അപ്പോൾ ഫോൺ ബില്ല് കൂടി, അത്രേ ഉള്ളൂ, മനസ്സിലായല്ലോ. അപ്പോൾ കമ്പൈൻ സ്റ്റഡി നടത്തിയപ്പോഴും ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൻഡ് ഫോൺ ടു ലാൻഡ് ഫോൺ ഫ്രീ ആണ്. പക്ഷെ അവയുടെ മനസ്സിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൻഡ് ഫോണിൽ നിന്ന് എവിടെ വിളിച്ചു കഴിഞ്ഞാലും ഫ്രീ എന്നുള്ളതായിരുന്നു. അപ്പോൾ അവ വിളിച്ചുകൊണ്ടിരുന്നത് ലാൻഡ് ഫോൺ ടു മൊബൈലായിരുന്നു. അപ്പോൾ ബില്ല് വന്നപ്പോൾ അച്ഛനും ഇവിടെ ഭയങ്കര തെരുവില്ലേ, എന്ത് ബില്ല് വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ. അപ്പോൾ അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു മോനെ എങ്ങനെ വിളിച്ചിരുന്നത് മൊബൈലിലാണ്. അപ്പോൾ മനസ്സിലായി. മാത്രമല്ല അപ്പോൾ ആദ്യം കമ്പൈൻ സ്റ്റഡി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട അതിന് സമയം കുറേ നഷ്ടപ്പെടുന്നൊക്കെ പറഞ്ഞു. ഇല്ല അമ്മ, ഞങ്ങൾക്ക് 3-4 പേർക്ക് ഒരുമിച്ച് പഠിക്കാൻ പറ്റും, ഭയങ്കര മാർക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ ആദ്യം വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ അപ്പം അവന് ഞാൻ അമ്മ സമ്മതിക്കുന്നില്ല എന്നൊരു ഇത് വന്നപ്പോൾ ശരി എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ജാനോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ശരി ഒരു പ്രാവശ്യം നമുക്കത് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വിട്ടുകൊടുക്കാന്ന് പറഞ്ഞു. ഞങ്ങളതൊന്നും പറഞ്ഞില്ല, ആക്സെപ്റ്റ് ചെയ്തു. മാർക്ക് വന്നപ്പോൾ ഷൂ എന്ന് പറഞ്ഞാൽ താഴെ പോയി എല്ലാവർക്കും, ഈ 4 പേർക്കും കമ്പൈൻ സ്റ്റഡി ചെയ്ത ആൾക്കാർക്ക്. അപ്പോൾ ടീച്ചർ വിളിച്ച് സൂപ്പർവൈസറുടെ മുന്നിൽ ഞങ്ങൾ പഞ്ചഭൂഷ ആക്കി നിൽക്കേണ്ട ഒരു അവസ്ഥ അച്ഛനും അമ്മയ്ക്കും വന്നിരുന്നു. അതെ, അപ്പം ഞങ്ങളത് വിട്ടുകൊടുത്തുകൊണ്ടാണ്. പക്ഷെ അതുകൊണ്ട് എന്ത് സംഭവിച്ചു, അവയ്ക്ക് തന്നെ മനസ്സിലായി ശരിയാണ്, നമുക്ക് ആ ഒരു കമ്പൈൻ സ്റ്റഡി എന്ന് പറയുന്നത് ഫോണിൽ കൂടെ വിളിച്ച് വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്നത്. മാത്രമല്ല ഇപ്പൊ ആ പ്രായം കഴിഞ്ഞാൽ നമ്മൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ഈ എക്സാമിന്റെ സമയത്തായിരിക്കും നമുക്ക് സംസാരിക്കാൻ ഒരുപാട് ടോപ്പിക്സ് ഉണ്ടാവും. അപ്പൊ കമ്പൈൻ സ്റ്റഡി പഠിത്തമെല്ലാം നടക്കുന്നതെന്ന് മനസ്സിലാവും. അപ്പൊ ഞാനിതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, എന്നാ പോലെ ഇത് എവിടെ വരെ പോകുന്നു നമുക്ക് അറിയണമല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു പിന്നെ അത് ആദ്യത്തെ എക്സാം ആണ്, അതുകൊണ്ട് നമുക്കൊരു എക്സ്പെരിമെന്റൽ ആയിട്ട് കൊടുത്തതാണ്. അപ്പൊ അത് അവയ്ക്ക് തന്നെ മനസ്സിലായി. അവയ്ക്ക് മാത്രമല്ല അവന്റെ ഫ്രണ്ട്സിന് മനസ്സിലായി ഇത് നടക്കുന്ന ഒരു കാര്യമല്ല, അത് എന്താ പറയാ, അതുകൊണ്ട് നമുക്കിത് വേണ്ട എന്നുള്ള കാര്യം കൊണ്ട് അവർ തന്നെ അത് ഡ്രോപ്പ് ചെയ്തു. അതേസമയം ഞാൻ ആദ്യമേ തന്നെ ഞങ്ങൾ രണ്ടുപേരും അത് റെസ്ട്രിക്ഷൻ കൊടുത്തിരുന്നെങ്കിൽ അവരുടെ മനസ്സിൻ്റെ ഉള്ളിലോ അമ്മ സമ്മതിച്ചില്ലല്ലോ അതെന്താ അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഗ്രഡ്ജ് പോലെ വളരുമായിരുന്നു. അപ്പൊ അത് ആവാതിരിക്കാനാണ് ആ ഒരു തെറ്റാണെങ്കിൽ പോലും അതിനൊരു നമ്മളൊരു എന്താ പറയുക ഒരു അവസരം കൊടുത്തത്. അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ തെറ്റുകളാണെങ്കിൽ പോലും അവർക്കത് മനസ്സിലാക്കി വളരുമ്പോൾ അത് പിന്നെ അത് റിപ്പീറ്റ് ചെയ്യില്ല. അപ്പൊ അവര് തന്നെ എന്നാൾ പറഞ്ഞിരുന്നു അമ്മ അത് അങ്ങനെ അത് ചെയ്തുകൊണ്ട് ഇപ്പൊ എനിക്ക് മനസ്സിലായിരുന്നു. അപ്പൊ അവന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറയുന്ന ഒരു കാര്യം, നമുക്ക് ഇനി കമ്പൈൻ സ്റ്റഡി വേണ്ട, കാരണം അത് നടക്കില്ല. കമ്പൈൻ സ്റ്റഡി തെറ്റാന്നല്ല ഞാൻ പറയുന്നത്, നന്നായി യൂട്ടിലൈസ് ചെയ്യുന്ന കുട്ടികളുണ്ട്, പക്ഷെ ചിലവർക്ക് അത് പറ്റില്ല. അപ്പൊ അതാണ് ഓരോരോ സേഫ് സോൺ, മിസ്റ്റേക്സ് എക്സ്പെരിമെന്റേഷൻസ് നടത്താൻ ഒരു സേഫ് സോൺ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് ഒരു ഭാഗ്യത്തിന് എൻ്റെ പാരൻസും ഒരു പരിധി വരെ എനിക്ക് തന്നിട്ടുള്ള ഒരു ഇതായിരുന്നു. കാരണം ഡിഗ്രി കഴിഞ്ഞിട്ട് ഫിലോസഫി പഠിക്കാനില്ല, എന്താണ് സ്പാനിഷ് പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ പൊക്കോ. സ്പാനിഷ് പഠിക്കാൻ ഭാഗ്യത്തിന് അന്ന് ഇത് കിട്ടാഞ്ഞതുകൊണ്ട് നെക്സ്റ്റ് ഓപ്ഷൻ മാരാജിൽ ഫിലോസഫി ആയിരുന്നു. അപ്പോൾ ഫിലോസഫി പഠിക്കാണ്ട്, അപ്പോൾ ഇത് അന്നൊന്നും ഫിലോസഫി പഠിച്ചാൽ ജീവിക്കാൻ പറ്റുമോ എന്ന് എൻ്റെ അച്ഛൻ എന്നോട് ചോദിച്ചിട്ടില്ല. അച്ഛനോട് അച്ഛൻ്റെ ഫ്രണ്ട്സ് ചോദിക്കാറില്ല. അല്ല അപ്പോൾ എന്തിനാ എങ്ങനെ വിട്ടേ എന്നൊക്കെ ചോദിക്കാറുണ്ടാവും. ആൻഡ് ഹി മസ്റ്റ് ഹാവ് ആൻസേർഡ് സംഭവം.
അപ്പൊ എന്നിട്ട് നമ്മള് ജീവിക്കാൻ ഒരു മാർഗമല്ലേ കണ്ടെത്തേണ്ടുള്ളൂ. അത് ഒരു ധാരണ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാല്, ഇപ്പൊ ഇത് ഞാൻ അവിയോടും പറയുന്നതാണ്, അന്ന് അച്ഛൻ്റെയും അമ്മയുടെയും ഇഷ്ടത്തിനല്ല നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ആ ഇഷ്ടത്തിന് അല്ലാതെ ജീവിക്കുമ്പോൾ ആ ജീവിക്കാനുള്ള പൈസ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഒരു വാശി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഓൾമോസ്റ്റ് 19-20 വയസ്സോടുകൂടെ ജോലി എടുക്കാനും, വലിയ പൈസ ഒന്നും കിട്ടുന്ന ജോലി അല്ലെങ്കിലും അതായിരുന്നു അന്നത്തെ ലക്ഷ്യം. പെട്ടെന്ന് ജോലിയാവുക, പിന്നെ ഇവരോട് ആരോട് ഉത്തരം പറയണ്ടല്ലോ. ബട്ട് അതൊരു നല്ല രീതിയിൽ നമ്മളെ കൊണ്ടെത്തിച്ചു, തരക്കേടില്ലാത്ത രീതി. ഗംഭീര വിജയമൊന്നുമല്ല, ബട്ട് അങ്ങനെ ആ ഒരു ജോലി എടുക്കുമ്പോൾ ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഒരുപാട് പഠിച്ചതിന് ശേഷം ഇത് ചെയ്യുമ്പോഴും, ജോലിക്ക് ഇറങ്ങുമ്പോഴും, ജോലി ചെയ്തുകൊണ്ട് ഓരോ എക്സ്പെരിമെൻറ്റേഷൻ ചെയ്യുമ്പോഴും ആ എക്സ്പെരിമെൻറ്റ്സ് നമ്മൾ പഠിപ്പിക്കുന്ന പല ഇതുകളുണ്ട്. അപ്പോൾ മാത്രമല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ആ എക്സ്പെരിമെൻറ്റേഷനും ഈ പഠിപ്പും ഒന്നിച്ചു കൊണ്ടുപോയേ പറ്റൂ. കാരണം ഒരുപാട് പഠിച്ചു കഴിഞ്ഞ് ഈ സാധനം അപ്ലൈ ചെയ്യാൻ പോകുമ്പോഴേക്കും പോയിട്ടുണ്ടാവും. അപ്പൊ ഇത് രണ്ടും ഒന്നിച്ച്, ഇന്ന് പഠിക്കാനും ഒരുപാട് ഓപ്ഷൻസ് കൂടുതലുണ്ട്. ഓൺലൈനായിട്ടും ഒരുപാട് മാസീവ് ഓപ്പൺ ഓൺലൈൻ യൂണിവേഴ്സിറ്റീസ് വന്നിട്ടുണ്ട്. അപ്പോൾ പഠിക്കുക, അപ്ലൈ ചെയ്യുക, പഠിക്കുക. അത് ഈ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു രസം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇത് 2 സ്ഥലത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ജീവിതത്തിലും അപ്ലൈ ചെയ്യാൻ പറ്റും, ജോലിയിലും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ടീം വർക്ക്, ഒരു ടീമിനെ എങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പഠിക്കുക, അപ്ലൈ ചെയ്യുന്ന അതേ ടെക്നിക്സ് തന്നെയാണ് ഒരു കുടുംബത്തിന് മാനേജ് ചെയ്യുക. അതിൽ ആ കുടുംബത്തിനെ മാനേജ് ചെയ്യുന്ന അതേപോലെ തന്നെ കുട്ടികളെ മാനേജ് ചെയ്യുന്ന പോലെ ചിലപ്പോൾ ടീമിനെ മാനേജ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൽ പണ്ടായിരുന്നു ഇതിന് തമ്മിലൊരു വേർതിരിവുള്ളത്. ഇന്ന് ഇതെല്ലാം ഒന്നിച്ച് നമ്മൾ അതിൻ്റെ ഇത് മനസ്സിലാക്കി കൊടുക്കുന്ന ഇതാണ്. അതെ, അപ്പം അതന്നെ ഞങ്ങൾക്കും പറയാനുള്ളത്. അപ്പോൾ ടീനേജറാണ് കുട്ടികൾ, നമ്മുടെ വീട്ടിൽ ടീനേജർ കുട്ടികളുണ്ടെന്ന് വെച്ചിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ 10ാം ക്ലാസ് എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു സംഭവമായിട്ട് നമ്മൾ ആദ്യമേ തന്നെ കുട്ടികളെ ഇങ്ങനെ പേടിപ്പെടുത്തേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. 9ാം ക്ലാസ് പോലെ തന്നെ 10ാം ക്ലാസ്. ഇപ്പോൾ അവരെ സീനിയേഴ്സ് പറയാറുണ്ട് 9th ഏറ്റവും ബുദ്ധിമുട്ട്, 10th ഈസിയാണ്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് വന്നപ്പോൾ തന്നെ അവർക്ക് കുറച്ചും കൂടെ ഒരു സമാധാനം കിട്ടിയിട്ടുണ്ട്. അതേപോലെ പാരൻസ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും അങ്ങനെ പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിപ്പോൾ ഡിപ്പെൻസ് കേട്ടോ, ഓരോ സ്കൂളും അല്ലെങ്കിൽ പാരൻസിനെ ആശ്രയിച്ചിരിക്കും കാര്യങ്ങൾ. പക്ഷെ കുട്ടികൾക്ക് കൂടുതൽ പ്രഷർ കൊടുക്കാതിരിക്കുക, നല്ല പഠിക്കാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ കൂടുതൽ എപ്പോഴും സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുക. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മളുണ്ട്, അച്ഛനും അമ്മയും കൂടെ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസം നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ആ ഒരു ടീനേജ് അങ്ങ് കടന്നു കിട്ടും എന്ന് തന്നെയാണ് ഇതുവരെയുള്ള എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് തോന്നുന്നത്. അതേസമയം ഈ പറഞ്ഞ പോലെ നന്ദു ആയിട്ടില്ല, നന്ദുവിൻ്റെ ടീനേജ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതാവുമ്പോൾ നമുക്ക് പറയാം. അപ്പോൾ അവയുടെ സമയം ഇപ്പോൾ 15 വയസ്സാണ് ആവാൻ പോകുന്നത്. ഇനി സമയമുണ്ട്, ബാക്കി 4 വർഷമുണ്ട് ടീനേജിൽ. അപ്പോൾ അത് പതുക്കെ നിങ്ങൾക്ക് തന്നെ അറിയാം. ഇപ്പം അവയുടെ വളർച്ച എന്ന് പറയുമ്പോൾ 3-3.5 വർഷമായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അവനിപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ഷൈ ആണ്. ഷൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും റിലേറ്റീവ്സിൻ്റെ അടുത്തൊക്കെ നന്നായി സംസാരിക്കുന്നു. പക്ഷെ ക്യാമറയെ ഫേസ് ചെയ്യാൻ ഒരു നാണമുണ്ട് അവന്. അപ്പോൾ അതിനോട് പറഞ്ഞാൽ അമ്മ എനിക്ക് അതിനുള്ള ഇത് വരുമ്പോൾ ഞാൻ തന്നെ വരും, അല്ലാതെ എനിക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉള്ളത് കൊണ്ടല്ല. പിന്നെ അവൻ വ്ലോഗ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവൻ കൂടുതൽ എക്സ്പ്രസീവ് ആവും. അപ്പം അതിനൊക്കെ ഉള്ളൊരു സ്വാതന്ത്ര്യം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം എപ്പോഴും അമ്മയുടെ അച്ഛൻ്റെ കൂടെ ക്യാമറയുടെ മുന്നിൽ വരാൻ പറയാൻ നമുക്ക് പറ്റില്ല. അങ്ങനെ ആ കുട്ടികൾക്ക് അവർക്കുള്ള ഫ്രീഡം നമ്മൾ തീർച്ചയായിട്ടും കൊടുക്കണം. അതേസമയം നന്ദു കുഞ്ഞാണ്, അപ്പം അവനതിന് അത്ര ബുദ്ധിയൊന്നും ആയിട്ടില്ല. അപ്പം അവൻ നമ്മൾ വിളിക്കുമ്പോൾ ഓടി വരും. ആ ഒരു പ്രായം വേറെ. അപ്പോൾ എല്ലാവർക്കും അവരുടേതായ ഒരു സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടീനേജിന് നമുക്ക് നന്നായി മാനേജ് ചെയ്യാൻ പറ്റും തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരും വിശ്വസിക്കുന്നത്. എല്ലാവർക്കും അവരുടേതായ ലോകമുണ്ട്. അതെ, നമുക്ക് അന്യോന്യ പലരുടെ ലോകങ്ങളിലും ചെന്ന് വിസിറ്റ് ചെയ്യാം. ചിലപ്പോൾ അവര് സൗകര്യം തരികയാണെങ്കിൽ നമുക്ക് അവിടെ കുറച്ച് നേരം ഇരിക്കാം. പക്ഷെ നമുക്ക് അവിടെ നിന്ന് പിൻവാങ്ങിയേ പറ്റൂ. എപ്പോഴും ചില സമയത്ത് നമുക്ക് തോന്നാറുണ്ട് ഞാനിപ്പോൾ അധികം സമയം ഇരിക്കുന്നത് അവന് ഇഷ്ടമല്ല എന്ന് തോന്നി കഴിഞ്ഞാൽ ഞാൻ ഓട്ടോമാറ്റിക്കലി അങ്ങ് പോരും. കാരണം അവനുള്ള സ്പേസ് നമ്മൾ കൊടുക്കും. അല്ലെങ്കിൽ അവന് ഇഷ്ടമാണ് അമ്മയുടെ അടുത്ത് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവൻ നമ്മളെടുത്ത് വരും. ഇത് ഞങ്ങൾ തമ്മിൽ അങ്ങനെയുണ്ട്. അതെ, ഈവൻ ഭർത്താവും ഭാര്യയും തമ്മിൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒരു പേഴ്സണൽ സ്പേസ് നമ്മൾ പരസ്പര ബഹുമാനത്തോടു കൂടി കൊടുക്കാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, നന്നായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും തന്നെയാണ് ഇതുവരെയുള്ള ജീവിതം ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നേക്കുന്നത്. അപ്പോൾ എന്താ പറയാ, അത്രയ്ക്കുള്ള വിശേഷങ്ങൾ അല്ലേ. പാരന്റിങ്ങിനെ പറ്റിയിട്ട് ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. ഞങ്ങൾക്ക് നന്ദുവിനെ ട്യൂഷൻ ക്ലാസ്സിൽ പോയി പിക്ക് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.